Hello everyone, this is Sunish from Add-on Tech. ഇന്ന് നമുക്ക് ഫിഗ്മയിൽ എങ്ങനെ ഒരു ലിക്വിഡ് ഗ്ലാസ് സ്റ്റൈലിൽ ഒരു ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ രണ്ട് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ കളറും കൊടുക്കണം. കളറ് റേഡിയസ് കൊടുക്കാം. റേഡിയസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കോപ്പി എടുക്കുക. ഒരു കോപ്പി എടുത്തിട്ട് അതിൻ്റെ പുറമെയാണ് നമ്മൾ അതിൻ്റെ ഒരു ബോർഡർ റേഡിയസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത് നമ്മൾ 1 കൊടുക്കുക. 1 കൊടുത്തിട്ട് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെയാണ് നമ്മൾ ഇന്നർ ഷാഡോയും ബോക്സ് ഷാഡോയും ഒക്കെ കൊടുക്കുന്നത്. എഫക്റ്റ് പോയിട്ട് നമ്മൾ ഇന്നർ ഷാഡോ എടുക്കും. ഇന്നർ ഷാഡോയിൽ ആദ്യം കൊടുക്കുന്നത് -2 കളർ കൊടുക്കുന്നത് വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. പ്യുർ വൈറ്റ് ഒരു 70% കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ചസ് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഒരു ചേഞ്ചസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു വൈറ്റ് വരുന്നുണ്ട്. അത് ഇന്നർ ഷാഡോ കൊടുത്തതിൻ്റെയുള്ളൊരു ഗുണം. വീണ്ടും നമ്മൾ ഡ്രോപ്പ് ഷാഡോയിലോട്ട് കിടക്കും. ഡ്രോപ്പ് ഷാഡോ നമ്മൾ കൊടുക്കേണ്ടത് 50% 80 മൈനസ് കളർ കൊടുക്കേണ്ടത് അതിൻ്റെ ബോക്സ് ഷാഡോ ആണ് കൊടുക്കുന്നത്. അതൊരു 10% കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷോ ബിഹൈൻഡ് ട്രാൻസ്പെറൻറ്റ് ഏരിയാസ് എന്നുള്ള സാധനമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉള്ളത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ആ എന്താ പറയുക ബാക്കിലുള്ള ബോക്സ് ഷാഡോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ഇന്നർ ഷാഡോ കൊടുക്കുക. ഇന്നർ ഷാഡോ കൊടുക്കുന്നത് 2 കളർ കൊടുക്കേണ്ടത് വൈറ്റ് ആണ് 70%. ഇതിൻ്റെ ചേഞ്ചസ് കണ്ടോ? ഞങ്ങൾ വരുന്ന ഇതിൻ്റെയൊക്കെ ഒരു ചേഞ്ചസ് വരുന്നുണ്ടോ? വീണ്ടും നമ്മൾ ഇന്നർ ഷാഡോ കൊടുക്കുക. 10 കൊടുക്കുക. Y0 2 7. ഇതിന് കളർ കൊടുക്കേണ്ടത് ഈ സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ബട്ടൺസിൻ്റെ മെയിൻ ബട്ടൺസിൻ്റെ കളർ തന്നെ കൊടുക്കുന്നത് 100% തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ നിങ്ങളൊരു ബട്ടൺസ് ഒരു ഗ്ലാസ് ബട്ടൺ പോലെ ഒരു തോന്നുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇൻട്രാക്ട് എങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. നമ്മൾ ഈ ബട്ടൺസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, രണ്ടും സെലക്ട് ചെയ്യുക. രണ്ടും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് കോമ്പണൻറ്റ് നമ്മൾ സാധനമുണ്ട്. ആ ക്രിയേറ്റ് കോമ്പണൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഗ്രൂപ്പായി മാറും. അതൊരു സെപ്പറേറ്റ് സാധനമായിട്ട് മാറി ഇരിക്കും. എന്നിട്ട് നമ്മളതിൻ്റെ രണ്ടാമത് നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ കോമ്പണൻറ്റിൽ നിന്ന് ആഡ് വേരിയൻ്റ് എന്നുള്ള സാധനം ആഡ് വേരിയൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സെയിം സാധനം തന്നെ അതിൻ്റെ വേരിയൻറ്റ് 2 ആണ്. വേരിയൻറ്റ് 2 ആയിട്ടാണ് അത് വരിക. ഇത് ഡീഫോൾട്ട് ബട്ടൺ ആയിരിക്കും. ഇതാണ് അതിൻ്റെ വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഈ വേരിയൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ
നമ്മൾ ആനിമേഷൻ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് വേരിയന്റ് 2-ലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ ഇതൊക്കെ ഇതൊന്ന് വലുതാക്കി വെക്കാം. നമ്മൾ എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബട്ടണിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് വേറൊരു കളർ വന്നാൽ മാത്രമേ അതൊരു ആനിമേഷൻ പോലെ തോന്നുള്ളൂ. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ, ചേഞ്ച് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ കുറച്ച് താഴോട്ട് ഇറക്കി വെക്കാം. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ സെയിം കളർ തന്നെ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഈ നഷാറിൻ്റെ ഈ കളർ തന്നെ നമ്മൾ ഇത് ചേഞ്ച് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം മോഡൽ തന്നെയാണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതൊരു കളർ ചേഞ്ച് ആയി. ഇനി നമ്മൾ ഇതിനെ ആനിമേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു എഫക്ട്സ് ചേഞ്ച്, എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് മാത്രമല്ല ഈ ബട്ടൺസിൻ്റെ ഔട്ടറിലുള്ള ബോർഡർ നമ്മൾ ചേഞ്ച് ആക്കി കൊടുത്തതിന് ഒന്നും കൂടി ഭംഗി. നീക്കി വെക്കണം. ഇതിന് ഇങ്ങോട്ട് നീക്കി വെക്കണം. ഏകദേശം അതിൻ്റെ ഓക്കെ. ഇനി ഇത് നമ്മൾക്ക് പ്രോട്ടോടൈപ്പ് കൊടുക്കാം. പ്രോട്ടോടൈപ്പ് നമ്മൾ ലിങ്ക് കൊടുക്കണം, എങ്ങനെ ആനിമേറ്റ് ചെയ്യണം, ഏതിൽ നിന്ന് ഏതിലോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് സെലക്ട് ചെയ്യും. ആദ്യം പ്രോട്ടോടൈപ്പ് സെലക്ട് ചെയ്യും. പ്രോട്ടോടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ബട്ടൺ കാണും. ഈ ബട്ടൺ നേരെ എടുത്തിട്ട് താഴെ ലിങ്ക് കൊടുക്കും. ഇവിടെ ഇൻട്രാക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ട്രിഗറിൻ്റെ അകത്ത് ഓൺ ക്ലിക്ക് ഉണ്ട്, ഓൺ ഡ്രാഗ് ഉണ്ട്, വൈൽ ഹോവറിംഗ് ഉണ്ട്, വൈൽ പ്രസ്സിംഗ് ഉണ്ട്, ഗെയിം പാഡ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്, ഓൾറെഡി ഞാനിത് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ക്ലിക്കാണ് ഇത് ഓപ്ഷനായിട്ട് വരിക. ഇത് അടുത്തത് ആക്ഷൻ ഏതിലോട്ടാണ് നമ്മൾ പോകേണ്ടത്, ഏത് പ്രോപ്പർട്ടിയിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പ്രോപ്പർട്ടി വേരിയന്റ് 2 ആയിരിക്കും വരുന്നത്. വേരിയന്റ് 2 എന്ന് പറയുന്നത് ഏതിലോട്ടാണ് നമ്മൾ ആനിമേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വേരിയന്റ് 2 കൊടുക്കുക. വേരിയന്റ് 2 കൊടുത്തു കഴിഞ്ഞിട്ട് ആനിമേഷൻ ഇൻസ്റ്റന്റ് ഡിസോൾവ് ഉണ്ട്, സ്മാർട്ട് ആനിമേറ്റ് ഉണ്ട്. അതിൽ സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഡിസോൾവ് ഇൻസ്റ്റന്റ് എന്താണെന്നുള്ളത്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, അതിനകത്ത് ഡിസോൾവിൻ്റെ ഇൻസ്റ്റന്റും ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുക. പിന്നെ കർവ്, ഈസ് ഔട്ട്, ഈസ് ഔട്ട്, ഈസ് ഇൻ ബാക്ക്, ഒരുപാട് ഇതുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഓരോന്നായിട്ട് പറഞ്ഞു തരും. ഈസ് ഔട്ട് കൊടുക്കുക. പിന്നെ ഡ്യൂറേഷൻ 300 മില്ലി സെക്കൻഡ് ആണ്. അത് ഡീഫോൾട്ടായിട്ട് 300 മില്ലി സെക്കൻഡ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക. അത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. ഇതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള 300 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇത് കൊടുത്തു. ഇത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തെ വേരിയന്റ് 2 എന്നാണ്, വേരിയന്റ് 2 ഡീഫോൾട്ടിൽ നിന്ന് നേരെ നമ്മൾ വേരിയന്റ് 2-ലോട്ടാണ് കൊടുത്തത്. ഇനി നമ്മൾ വേരിയന്റ് 2 നമ്മൾ റിട്ടേണും ക്ലിക്ക് ചെയ്യണം. കാരണം ബട്ടൺ ആനിമേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കളറിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മളവിടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ആനിമേഷൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റിട്ടേൺ ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെയും ഇതേ ഓപ്ഷൻ തന്നെ ആയിരിക്കും വരിക. ട്രിഗറിൻ്റെ അകത്ത് ഓൺ ക്ലിക്ക്, ആക്ഷൻ്റെ അകത്ത് ചേഞ്ച് ടു. പക്ഷേ പ്രോപ്പർട്ടിൻ്റെ അകത്ത് മാത്രം, പ്രോപ്പർട്ടി 1-ൻ്റെ അകത്ത് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ടാവും. കാരണം അത് ഡീഫോൾട്ടായിട്ടാണ് വരുന്നത്. കാരണം ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഇതാണ് സാധനം വരുന്നത്, മെയിൻ ബട്ടൺ. ഈ മെയിൻ ബട്ടൺ നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന പോലെ വേരിയന്റ് 2 നമ്മൾ എടുക്കുന്നുണ്ട്. ആ വേരിയന്റ് 2 ആണ് നമ്മൾ ഈ ആനിമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആനിമേഷൻ സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ. ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇൻട്രാക്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളൊരു ഫ്രെയിം ഒന്ന് ചുമ്മാ ഇവിടെ വരയ്ക്കണം. വരച്ചിട്ട്
അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതൊന്ന് കോപ്പി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നിട്ട് നമ്മളിതിന് എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആനിമേഷൻ വരുന്നത്. നിങ്ങൾക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾക്ക് വേറെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാക്ട് കൊടുക്കുമ്പോൾ, നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഇത് ഒന്ന് കോപ്പി എടുത്ത് വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആഡ് വേരിയൻ്റ് സാധനം മാത്രമേ നമ്മൾ ചെയ്തിട്ട് ഇതിന് റിട്ടേൺ കൊടുക്കുക. അതിന് ഈ ബട്ടൺസ് മാത്രമല്ല, നമ്മൾ വേറെ പല ബട്ടൺസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് ആനിമേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, കീപ് സപ്പോർട്ട്.